ഹായ്, എല്ലാവരും ഓണമൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ഷീണത്തിലിരിക്കുവാണല്ലേ? ദേ ഇത് കണ്ടോ, ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി ഒഴുകുന്ന അരുവിയെന്നോ തോടെന്നോ അല്ലെങ്കിൽ ചെറിയ കനാലെന്നോ ഒക്കെ പറയാവുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഈ വെള്ളം വരുന്നത് അപ്പുറത്തെ കനാൽ റോഡിനപ്പുറം ഒരു മലയുണ്ട്, അവിടുന്ന് നേരിട്ട് വരുന്ന വെള്ളമാണ്. അപ്പോൾ നേരെ കനാലിലേക്ക് ഇറങ്ങാതെ തന്നെ ആ പാലത്തിനടിയിൽ കൂടി ഒഴുക്കി ഇതുവഴി വിടുന്നതാണ്. ഇത് നേരെ ചെന്ന് പതിക്കുന്നത് വയലിനോട് ചേർന്നുള്ള തോട്ടിലേക്കാണ്. പിന്നെ ഇതിൽ മഴ ഉണ്ടാകുമ്പോൾ മാത്രമേ വെള്ളം ഉണ്ടാവാറുള്ളൂ. പിന്നെ കൂടുതൽ സമയം കണ്ണൂർ മഴ തന്നെ ആയിരിക്കും, അപ്പോൾ എപ്പോഴും ഇതിൽ വെള്ളം ഉണ്ടാവാറുണ്ട്. വേനലാകുമ്പോഴത്തേക്കും വറ്റി വരണ്ടി കിടക്കും ഇതിൽ കുഞ്ഞു കുഞ്ഞു മീനുകളും ചെറിയ ഞണ്ടും നീർക്കോലിയൊക്കെ കാണാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ ഞങ്ങൾ എന്തുകൊണ്ടാണ് തീരമെന്ന് ഞങ്ങളുടെ വീടിന് പേരിട്ടതെന്ന്? ഇതിലെപ്പോഴും വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു അരുവിയുടെ തീരത്ത് നമ്മൾ താമസിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. ഇത് നമ്മുടെ അച്ഛനാണേ. ഇവൻ പറഞ്ഞിട്ടാണ് നമ്മൾ ലേക്കേ വാങ്ങിയത്. ഇവൻ പ്രോമിസ് തന്നു, നിങ്ങൾ നാട്ടിൽ പോകുമ്പോഴത്തേക്കും ഞാൻ അവളെ നോക്കിക്കോളാം, ഒരു കാരണവശാലും പേടിക്കണ്ടെന്ന്. ആ ഒരു ഉറപ്പിൽ ഞങ്ങൾ അവളെ വാങ്ങിയതാണ്. പക്ഷേ വാങ്ങിയ അതിൻ്റെ പിറ്റേന്ന് മുതലേ അവനെ ഈ വീട്ടിലേക്ക് അവൾ കയറ്റത്തില്ല. അത് ഇന്നും അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ മതിൽ കെട്ടുന്നതിന് മുന്നുള്ള കാഴ്ചയാണേ. ലേക്ക് കുഞ്ഞായിരുന്നപ്പോഴത്തേക്കും എപ്പോഴും ഈ വെള്ളത്തിലേക്ക് എടുത്തു ചാടും, അവിടുന്ന് വെള്ളത്തിൽ നനഞ്ഞ് കുളിച്ച് വീണ്ടും കയറും. ഇതായിരുന്നു പണി. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ മതിൽ കെട്ടാനായിട്ട് നിർബന്ധിതരായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നാളെ കാണാം. ബായ്.